ഒരു പാവങ്ങളാണ്, നമുക്ക് മാത്രമാണ് കഷ്ടപ്പാടും. ഈ വന്ന് കയറിയ മരക്കളാണ് എല്ലാത്തിനും കച്ചറകാരി. ഏ ഒന്നുമില്ല. അല്ല, മോനെ തട്ടിക്കൊണ്ടുപോയി, മോനെ വീടെടുത്തോണ്ടുപോയി, ഈ ഷോപ്പ് എടുത്തത് അവൾക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് എല്ലാവരും കമന്റ് ഇടുന്നത്. മരക്കളാണ് വില്ലത്തുകൾ. അവിടെ വേറെ ആരും, ബാക്കി എല്ലാവരും നല്ല ആൾക്കാരാണ്. സമ്മതിച്ചു. ഇത്രയും കാലം ഞാൻ വില്ലത്തിയായിരുന്നു. അപ്പൊ അതില് ഞാൻ വായിച്ചരാം. ജൂബി ആ ബാസ്റ്റിനെ എടുത്ത് കുണിഞ്ഞു കുണിഞ്ഞ് അവനെ കയ്യിലാക്കി വെച്ചു. ആ സാധനം ഈ കുടുംബത്തിൽ കയറി കുടുംബം തെറ്റിച്ചു. 22 ലൈക്ക്. ഞാൻ ഇത് കുറെ മുന്നേ വന്നിട്ടാട്ടോ. അപ്പൊ അതിന് മുന്നേ ഉള്ള ഇതിന് ഒക്കെ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് ആള്. ഇതെന്താന്ന് എനിക്കറിയില്ല. നെഗറ്റീവ് വരാൻ വേണ്ടിയിട്ടായിരിക്കും. എനിക്ക് യൂട്യൂബിൽ വന്നിട്ട് ഫാമിലി കണ്ടന്റ് പറഞ്ഞിട്ട് എന്താ പറയാ, എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ഈ തതനോട് എനിക്കൊന്നും പറയാനില്ല. ദയവ് ചെയ്തിട്ട് ഞങ്ങളെ വേദനിപ്പിക്കരുത്. ഞങ്ങളെ വഴിക്ക് പോവാണ്. ഞങ്ങൾ ആരെ മൈൻഡ് വെക്കണില്ല എന്നല്ല. ഞങ്ങൾ സമാധാനത്തിൽ, ഞാനും മോളും ബാസികാക്കി ഒക്കെ സമാധാനത്തിലാണ് പോണത്. അതില്ലാണ്ടാക്കരുത് ദയവ് ചെയ്തിട്ട്. ഓക്കെ, ഈ കമന്റ്സ് ഇടുന്നവർക്കൊക്കെ എന്ത് സുഖമാണ് കിട്ടണത് എനിക്ക് അറിയണില്ലേ. ഞാനിങ്ങനെ കരഞ്ഞി പിടിച്ചിട്ട് ഏത് സമയത്തും ടെൻഷൻ അടിച്ച് നല്ല സുഖമല്ല മരക്കളെ പറയാനേ. ഈ മരക്കള് കഷ്ടപ്പെട്ടതും ഈ മരക്കളെ നോക്കിയതൊന്നും ഒന്നുമില്ല. പഴയ വീഡിയോസ് ഒന്ന് എടുത്തു നോക്കൂട്ടോ താതാ. പഴയ വീഡിയോസ് കുറച്ച് ഇതിൻ്റെ 2 കൊല്ലം മുന്നേ ഉള്ള ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ജൂബി ഉറങ്ങുന്ന ടൈം ഉണ്ടാവും അതില്. ജൂബി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട്, ഷോപ്പിന് വേണ്ടിയിട്ട്. ജൂബിക്ക് പള്ളലുണ്ടായിട്ട് ഉറക്കൊഴിച്ചിട്ട് ജൂബി ആ ഷോപ്പിൽ പണിയെടുത്തിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് വരുന്നതിന് 1 മാസം മുന്നേ ജൂബി പട്ടിണമാര് പണിയെടുത്തിട്ടുണ്ട്. ജൂബി അങ്ങനല്ല. ജൂബിന്റെ വീട്ടുകാർക്ക് ഉണ്ടാക്കിയതല്ല. ഞാൻ എന്റെ പിയാപ്പിൾക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചു, പിയാപ്പിളിന്റെ വീട്ടുകാർക്ക് വേണ്ടി അധ്വാനിച്ചതാണ്. ഈ കമന്റ്സ് ഇടുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക. കുറച്ച് ബാക്കോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ജുബിന്റെ എല്ലാ വീഡിയോസും ഉണ്ടാവും. ഷോപ്പിന് വേണ്ടി അധ്വാനിച്ചതൊക്കെ ഉണ്ടാവും. ഈ പള്ളയിൽ വെച്ച് ജീവു ഉണ്ടായിട്ടും ജീവുവിന് പള്ളയിൽ വെച്ചിട്ട് 9ാം മാസത്തിലോ 8ാം മാസത്തിലോ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വയ്യാഞ്ഞിട്ടും ഞാൻ എന്റെ വീട്ടുകാരെ വീട്ടിൽ പോവാതെ ആ വീട്ടിൽ നിന്നിട്ടുണ്ട്. പക്ഷെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ലൈഫില്. അപ്പൊ മാറി നിൽക്കേണ്ടി വരും. അത് വെച്ചിട്ട് എങ്ങനെ മരക്കള് ഈ ദുഷ്ടന്മാരും ഈ കൊഞ്ചി പിന്നെ ഈ മക്കളെ തട്ടിക്കൊണ്ടുപോവലും ഒക്കെ ആവുക. ഭർത്താക്കന്മാര് പറഞ്ഞാലേ എങ്ങനെ കേൾക്കാൻ പറ്റുള്ളൂ. ജൂബി ബാസി വ്ളോഗ് എന്ന് പറഞ്ഞ് ഇവരുടെ ഈ ഒരു ഫാമിലി ചാനൽ കുറേ അധികം പേര് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവരെ ഫാമിലിയൊക്കെ കുറേ പേർക്ക് അറിയാവുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ടായിരുന്നു ഇവരുടെ ഈ ഒരു ഫാമിലി, ഈ ഒരു ജൂബി എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടി അതുപോലെ തന്നെ ഭർത്താവൊക്കെ മാറി കുട്ടിയായിട്ട് മാറി താമസിക്കുന്നത്. ഇതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന്, ഒരു കുടുംബ വീട്ടിൽ നിന്നാണ് മാറി താമസിച്ചത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇവള് കാരണമാണ് ആ കുടുംബത്തിൽ നിന്ന് മാറിയത്, ഈ ഒരു പെൺകുട്ടി കാരണമാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ എന്താ പറയുക, കുറേ അധികം കമൻസ്, നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ വന്നപ്പോഴത്തേനും അത് ഒട്ടും സഹിക്കാൻ വയ്യാതെയാണ് ജൂബി ഇതിനൊക്കെ ഈ ഒരു കമൻസിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് വന്നത്. കാരണം ഞാൻ കാരണമൊന്നും അല്ല, ഞങ്ങൾക്ക് മാറി താമസിക്കേണ്ട ഒരവസ്ഥ വന്നു, അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ കാരണമല്ല. കുറേ അധികം പേര് എന്നെ പറ്റി കുറ്റം പറയുന്നുണ്ട്. ഞാൻ കാരണമാണ് വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നത്, ഞാനാണ് എല്ലാത്തിനും കാരണം, വന്ന മരുമോളാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞാൽ കുറേ അധികം കമൻ്റ് ഇടുന്നുണ്ട്. ആർക്കും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ ഫുള്ള് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു അവസ്ഥ വന്നു, അതുകൊണ്ടാണ് മാറി താമസിക്കുന്നത്. അവർ ഫുള്ളായിട്ടുള്ള എന്താണ് സംഭവമെന്നോ കാര്യമെന്നോ വീഡിയോസിലോ ഒന്നും തന്നെ വന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നിയിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യം. ഇപ്പോൾ ചിലവർ പറയും ഫാമിലി വ്ളോഗ് അങ്ങനെയാണെങ്കിൽ കാണിക്കേണ്ട കാര്യമില്ലോ, അങ്ങനെയാണെങ്കിൽ കമൻറ്റ് പറയും. ഓക്കെ, അത് കമൻറ്റ് പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷേ എന്താ പറയുക, ഒരു പരിധി, എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ചിലവരൊക്കെ ഭയങ്കര ഓവറായിട്ട് ഈ ഒരു പെൺകുട്ടിക്കെതിരെ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ കമൻസൊക്കെ ഇടുന്നുണ്ട്. അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളും പറയാം. പക്ഷേ ഒരു മര്യാദ രീതിയിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കും. അതുപോലെ തന്നെ അവരുടെ ജീവിതമാണ്. ഇപ്പോൾ അവർക്ക് എന്താ പ്രശ്നങ്ങൾ വന്നാൽ അവർക്ക് മാത്രമേ വരത്തുള്ളൂ. ഇപ്പോൾ എന്തായാലും ശരി, ഇപ്പം അത് നല്ലതാണോ ചീത്തയാണോ അവരാണ് അനുഭവിക്കേണ്ടത്. സോ അവരുടെ കാര്യത്തിൽ അവർക്ക് അത് മെയിനായിട്ട് അവരല്ലേ നോക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ, ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പം ചില ഒപ്പീനിയനൊക്കെ കാണാം, അതുണ്ടെങ്കിൽ ആ ഒരു
കമൻ്റായിട്ട് ഇടുന്നതിന് ഓക്കെയാണ്, കുഴപ്പമോ കാര്യങ്ങളും. ബട്ട് അത് ഭയങ്കര ഓവർ ആവാതിരിക്കാൻ ശ്രമിക്കുക. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇവർക്കത് എനിക്ക് തോന്നിയിട്ടുള്ളത്, അവർ പറഞ്ഞ കുറേ അധികം കാര്യങ്ങൾ ഞാൻ അവരെ ഫോളോ ചെയ്യുന്ന കുറവാണ്. ബട്ട് കൂടുതൽ എനിക്ക് തോന്നുന്നു കുറേ പേർക്കായിരിക്കും ആ ഒരു ഫാമിലിയെക്കുറിച്ച് നിങ്ങൾ വീഡിയോസ് കാണുന്നവരായിരിക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരെക്കുറിച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ബട്ട് എന്നിരുന്നാൽ പോലും അത് അവരുടെ ലൈഫാണ്. അവർക്ക് എന്താണോ തോന്നുന്നത്, ചിലപ്പോൾ മാറി താമസിക്കാം, ചിലപ്പോൾ ഫാമിലിയായിട്ട് താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ ചിലപ്പോൾ മാറി താമസിക്കുക. അത് അവരവരുടെ ഇഷ്ടമാണ്. അതൊരു പക്വതയായിട്ടുള്ള രീതിയിൽ കമൻറ്റ് ബോക്സിൽ എപ്പോഴും കമൻറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ അവരെ വേദനിപ്പിക്കാം. അത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എടുക്കണമെന്നില്ല. ചിലപ്പോൾ അവരിപ്പം ആ ഒരു വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ചറിയാൻ ഭയങ്കരമായിട്ട് ഒരു ഫീലായിട്ട് തന്നെയാണ് സംസാരിച്ചത്. അപ്പം നമ്മൾ എന്തെങ്കിലും കമൻറ്റ് എന്തെങ്കിലും ഇടുമ്പോഴത്തേനും അതെപ്പോഴും ഓർക്കുക.